അമിത്ഷാ എന്ന വ്യക്തിക്ക് ഒരു ഉളുപ്പുമില്ല. കാരണം ഗുജറാത്തിൽ തന്നെ വിവാദം നിറഞ്ഞാടിയ സമയത്ത് അമിത്ഷാ ആയിരുന്നല്ലോ ആഭ്യന്തരമന്ത്രി. അവിടെ വ്യാജ ഏറ്റുമുട്ടലുകൾ സംഭവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ലോയ അമിത്ഷായ്ക്കെതിരെ വിധി പുറപ്പെടുവിച്ചതും ജസ്റ്റിസ് ലോയയുടെ യാദൃച്ഛികമായിട്ടുള്ള മരണവും ഒക്കെ കൃത്യമായും മാധ്യമങ്ങൾ വിലയിരുത്തുമ്പോൾ അതൊന്നും മറന്നിട്ടില്ല. രാജ്ദീപ് സർദേശായി ഗുജറാത്തിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയോട് നേരിട്ട് അഭിമുഖം നടത്തി തിരിച്ചു വരുമ്പോൾ അഹമ്മദാബാദിലെ വഴിയിൽ തടഞ്ഞു നിർത്തിയ സംഘപരിവാർ പ്രവർത്തകർ അവരിൽ ഓരോരുത്തരെയും പരിശോധിക്കണമെന്നും ആരൊക്കെ ചേലാകർമ്മം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിൽ ഹിന്ദു എന്നും മുസ്ലിം എന്നും തിരിച്ചറിയണം എന്നും പറഞ്ഞതായി കൃത്യമായ റിപ്പോർട്ട് രാജ്ദീപ് സർദേശായി പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങേയറ്റം മനുഷ്യത്വ രഹിതമായിട്ടുള്ള ഏറ്റവും വലിയ വർഗീയ വിഷം വമിപ്പിക്കുന്ന രീതിയിലാണ് അന്ന് മുതൽ തന്നെ ഇവർ ഗുജറാത്തിനെ കലുഷിതമാക്കാൻ ശ്രമിച്ചത്. ഇനി ഇന്ത്യയെ കലുഷിതമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വളം വെച്ച് കൊടുക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇന്ത്യ മുന്നണിയിൽ ഉശിരുള്ള നേതാക്കളുണ്ട്. ഒരു രാഹുൽ ഗാന്ധി മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ സർവ്വ നേതാക്കളും രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. കൃത്യമായും ഈ നിയമ ഭേദഗതി, അതായത് വഖഫ് നിയമ ഭേദഗതി എടുത്തു മാറ്റിയില്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് സംഘപരിവാറിന് ഭീഷണി നൽകിക്കൊണ്ട് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ നടുത്തളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇത് പാർലമെന്റ് സ്തംഭിപ്പിക്കും എന്ന രീതിയിലേക്കുള്ള കാഴ്ചയല്ല. ഇന്ത്യയിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ 15% വരുന്ന മുസ്ലിം ജനതയെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ കൃത്യമായും ചെറുത്തുകൊണ്ടുള്ള നീക്കം ഇന്ത്യ മുന്നണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൈയടിക്കേണ്ട മഹനീയമായ നിമിഷങ്ങളിലേക്കാണ് ഇന്ത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത്. ഈ രാജ്യത്തെ 60% വോട്ട് ഷെയറും പ്രതിപക്ഷത്തിന് കിട്ടിയതാണ്. 40%-ത്തിന് താഴെ മാത്രമാണ് NDAക്ക് മൊത്തത്തിലായി കിട്ടിയത്. അതായത് ഈ രാജ്യത്ത് പ്രതിപക്ഷ ശബ്ദമാണ് ഏറ്റവും കൂടുതലുള്ളത്. ക്രിയാത്മകമായ പ്രതിപക്ഷത്തെ തച്ചുടച്ചുകൊണ്ടുള്ള ഈ BJPയുടെ ഇത്തരത്തിലുള്ള അപകടം പിടിച്ച പോക്കിനെ തടയിട്ടേ പറ്റൂ എന്ന് രണ്ട് കൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ നടുത്തളത്തിലേക്ക്, തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് ഈ ബില്ലെന്ന് പറഞ്ഞ് ശക്തമായ നീക്കം നടത്തുമ്പോൾ അമിത്ഷാ പെട്ടിരിക്കുകയാണ്. അമിത്ഷായെ ആ ക്യാബിനറ്റിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്.